ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തണ്ട് കിഴിയിലേക്ക് പോവാം. യെസ്, ആഘോഷിക്കാം. ഫസ്റ്റ് തമിഴായിരിക്കുമോ, മലയാളമായിരിക്കുമോ, തെലുങ്കായിരിക്കുമോ, ഹിന്ദി ആയിരിക്കുമോ? മലയാളം കറക്റ്റാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാരികൾ കൊണ്ടുവാ. സാരിയല്ലേ കൊണ്ടേ? അല്ലേ, സാരിയല്ല രാത്രി ആവശ്യം. സാരിയല്ലടാ, പുതപ്പ് കമ്പിളി പുതപ്പ്. ശാന്തമീ രാത്രി സിനിമയുടെ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജയരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇത്. എസ്തർ അനിൽ, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, മാലാ പാർവതി. അടുത്തത് മിസ് യു, സിദ്ധാർത്ഥ്, അഷിക രംഗനാഥൻ. സിദ്ധാർത്ഥ് ചിത്ര രവീന്ദ്രൻ, സോഷ്യൽ മീഡിയ ആളുടെ സിനിമയാണ്. അഷിക രംഗനാഥനും. സിനിമേന്റെ റിലീസ് നവംബർ 29 നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റി ഡിസംബർ 13 ഓക്കെ. നവംബർ 29 അല്ലേ? നവംബർ 29 ഇപ്പം ഡിസംബർ 13. ഓക്കെ, അടുത്ത കിഴി. കൊള്ളാലോ. എന്ന് സ്വന്തം പുണ്യാളൻ. സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അനശ്വര രാജൻ, അർജുൻ അശോകൻ, ബാലു വർഗീസ് ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് ജനുവരി 10 എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ജനുവരി മാത്രമാണ്. അതെ, പൊങ്കൽ ടൈമിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമ ഇതായിരിക്കും എന്നാണ് കേൾക്കുന്നത്. ബാക്കി മൊത്തം തമിഴുകളല്ലേ? അതെ, തമിഴാണ് 3-4 തമിഴ് സിനിമകളുണ്ട്. അപ്പോൾ ഒരു മലയാളം ഇറക്കി വിടുന്നത് നല്ലതാണ്. അതിന്റെ കൂടെ ഒരു മലയാളം വരുന്നത് ഇതായിരിക്കും എന്നാണ് കേൾക്കുന്നത്. കാത്തിരിക്കാം. അടുത്തത് കങ്കുവ. സിനിമയുടെ OTT റിലീസ് ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. അതെ, എന്നാലും ഒഫീഷ്യലി ഡിസംബർ 13 ആമസോൺ പ്രൈമിൽ ഉണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇനി വിടേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് എല്ലാരും. അങ്ങനെയല്ല, ഇനി വിട്ടിട്ടും കാര്യമില്ല. സത്യം, ആൾറെഡി ലീക്ക് ആയിട്ടും കാണുന്നില്ല, വിട്ടിട്ടും കാണുന്നില്ല. എല്ലാരും കാണുന്നുണ്ട്. അതിനുള്ളത് സോഷ്യൽ മീഡിയയിൽ കാണാനും ഉണ്ട്. ഭീകര ട്രോളാ. ഓക്കെ, അടുത്ത കിഴി. ലാലേട്ടൻ തുടരും. സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില്ലുണ്ട്. നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ശോഭനയും സൂപ്പർ സ്റ്റാർ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ കൊണ്ടുവന്നില്ല. ഇല്ലേ, കംപ്ലീറ്റ് ആക്ടർ മോഹനാലും. അടുത്തത് കമ്മ്യൂണിസ്റ്റ് പച്ച. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജനുവരി 3. ഷമീം മൊയ്തീനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി. വാടിവാസൽ സൂര്യനായകനാവുന്ന സിനിമയാണ്. വെട്രിമാരനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ വെട്രിമാരൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ചില കാര്യങ്ങൾ അല്ലേ, അല്ലാത്ത റൂമറും. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ? ആളുടെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് റൂമറുകൾക്ക് കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചാൽ എന്താണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുക? അതെ, അത് വേണമല്ലോ അല്ലേ? പിന്നെ അല്ലാണ്ട്. ഓക്കെ, എന്തായാലും വാടിവാസൽ ഏപ്രിൽ ഷൂട്ട് തുടങ്ങുമെന്നുള്ളതാണ് നമ്മുടെ വെട്രിമാരൻ പറഞ്ഞിരിക്കുന്നത്. സിനിമ 2027 പൊങ്കലിനാണ് റിലീസിനെത്തുന്നത്. പൊങ്കലിന് ഇതിന് ഷൂട്ടിനും പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനും കൂടിയിട്ട് 14-15 മാസം മാത്രം എടുക്കുന്നതാണ്. 14-15 മാസം. അല്ല, ഇതിനൊക്കെ പിന്നെ സമയം കൊടുക്കാം കേട്ടോ, അതിനുള്ളത് ഉണ്ടാവും. അതാണ് പ്രതീക്ഷിക്കുന്നത്. നടിപ്പിൻ നായകനെ കാണാൻ പറ്റും. കങ്കുവയിൽ കണ്ടിട്ടില്ലെങ്കിലും അല്ലേ? അടുത്തത് നടിപ്പിൻ നായകനെ കാണാം. ഓജി സിനിമ സഹോ സിനിമയുടെ യൂണിവേഴ്സ് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ റൂമറുകളാണ്. സുജിത്താണ് ഇതിന്റെ ഡയറക്ട് ചെയ്യുന്നത്. സഹോവിന്റെ ഡയറക്ടർ തന്നെയാണ്. സംഭവിക്കുമോ? സംഭവിക്കാൻ സാധ്യതയുണ്ട്. സംഭവിച്ചേക്കാല്ലേ? അപ്പോൾ അടുത്തൊരു യൂണിവേഴ്സിലെ തെലുങ്കിൽ നിന്ന് തെലുങ്കിൽ നിന്നല്ല ഇപ്പൊ അടുത്ത് വരാൻ നിൽക്കുന്നത് ഹനുമാൻ യൂണിവേഴ്സ് വരുന്നുണ്ട്. പ്രശാന്ത് വർമ്മ യൂണിവേഴ്സ് അപ്പുറത്ത്. പിന്നെ തെലുങ്കിൽ നിന്നല്ലേ പ്രശാന്ത് നീൽ യൂണിവേഴ്സും. പ്രശാന്ത് നീല് മറ്റേ സലാറ്. അത് യൂണിവേഴ്സ് അല്ലല്ലോ. സലാറ് 2 ഭാഗം തന്നെ ഉള്ളൂ.
KGF അല്ല യൂണിവേഴ്സായിട്ട്. യൂണിവേഴ്സ് ഇല്ലല്ലോ, യൂണിവേഴ്സ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി തനിക്ക് ഇല്ല എന്നാണ് പ്രശാന്തിൽ പറഞ്ഞത്. ആണല്ലേ, അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. സലാറിൽ ഭാഗങ്ങൾ ഇറക്കി വിടും, അത്രേ ഉള്ളൂ. യൂണിവേഴ്സ് ഒന്നുമില്ല. ഭാഗങ്ങളിൽ ഓരോരുത്തർ വന്നിട്ട് അവരവരുടെ പെർഫോമൻസ് വെച്ച് അവർ തകർത്തിട്ട് പോകും. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരേ കഥ തന്നെ ആയിരിക്കും, സംഭവങ്ങൾക്ക് മാറ്റുന്നുണ്ടാവില്ല. ഒരേ മീറ്ററിലായിരിക്കും ഡയലോഗിന്, ആ ഏരിയക്കും മാറ്റം ഉണ്ടാവില്ല. കുറെ കരിവിട്ടുണ്ട ജീവിതങ്ങൾ. അതെ, എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരേ ഒരു മീറ്റർ ആയിരിക്കും. അതെ, എല്ലാ പരിപാടിയും അങ്ങനെയൊക്കെ തന്നെ. ഫുൾ പുച്ചാണ് ഇപ്പൊ നമ്മുടെ കീഴിൽ നിന്നാണ് പൊതുവുള്ള വെപ്പ് കേട്ടോ. പുച്ച മാറും, അതിനുള്ള സാധനം തരട്ടെ, അപ്പം മാറും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സലാറിനെയൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ ഇപ്പൊ പുച്ചാന്ന് ആരെങ്കിലും പറയുന്നുണ്ടെ അവരോടുള്ള ചോദ്യം, സലാറിനെയൊക്കെ പൊക്കിക്കൊണ്ട് നടന്നതിന് വല്ല കണക്കുണ്ടോ? അത് ശരിയാണ്. സലാറ് പോട്ടെ, ഇവിടെ വന്നിട്ട് ഈ കങ്കുവ ആയിക്കോട്ടെ, മറ്റേ ഗോട്ട ആയിക്കോട്ടെ, ഈ സാധനത്തിനൊക്കെ വേണ്ടി ഞങ്ങളുടെ 1 വർഷമാണ് കളഞ്ഞേക്കുന്നത്. അല്ല അളിയ, രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ കങ്കുവ ഒഴുങ്ങി തിന്ന, ഗോട്ട് തിന്ന. സത്യട്ടോ, പൊരിച്ചെടുത്തിട്ടും കരിച്ചെടുത്തിട്ടും എത്ര സമയം. ഇത് നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ വിചാരിക്കണം ഒരു വീഡിയോ ഇട്ടാ കഴിഞ്ഞത്. ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ തപ്പിയെടുക്കണം എന്നറിയോ. എന്നിട്ട് വന്നിരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്യണേ. ചെയ്ത് കിട്ടിയ, അതായത് 1 വർഷത്തെ പ്രാർത്ഥനയാണ് ഇതിനൊക്കെ വേണ്ടി കൊടുത്തിട്ടുള്ളത്. സത്യം. എന്നിട്ട് സിനിമ വന്നിട്ട് നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് കങ്കുവ സിനിമയുടെ ഇത് ഏത് സൂര്യ ഫാൻസും എടുത്ത് കണ്ടോ വിഷമം തോന്നുള്ളൂ. മറ്റുള്ളവരുടെ വീട്, മറ്റു ഫാൻസിൻ്റെ കാര്യം വീട്, ഏറ്റവും വിഷമം തോന്നുക സൂര്യ ഫാൻസിനായിരിക്കും. കാരണം ഇങ്ങനെ ഒരു രീതിയിൽ നടിപ്പിൻ നായകൻ അഭിനയിച്ചത് ആരും കണ്ടിട്ടുണ്ടാവില്ല. ആ പേര് പോലും വിളിക്കാൻ നാണിച്ചു പോയി. സത്യമായിട്ട് പറ, നടിപ്പിൻ നായകൻ എന്ന് വിളിക്കാൻ പോലും നാണം തോന്നി. എനിക്ക് അത്ഭുതം. ഇപ്പോൾ റീൽസിൽ കാണുമ്പോൾ പോലും എന്താണ് ഈ കാട്ടി വെച്ചാൽ ഇത് മനസ്സിലാവില്ലേ അങ്ങനെ അഭിനയിക്കുന്നത് കാണുമ്പോൾ. പിന്നെ നമ്മൾ നെഗറ്റീവ് പറയാതിരിക്കുമോ? ഇനി പിന്നെ അടുത്തത് എന്താ, പുഷ്പ 2ൻ്റെ ഓരോ സംഭവം വരുമ്പോഴും അങ്ങനത്തെ നെഗറ്റീവിൻ്റെ സംഭവം. ഇപ്പോൾ 3000 രൂപയാണ് ഒരു ടിക്കറ്റിന് റേറ്റ്. 500 മുതൽ 3000 വരെ. അതും പാവങ്ങൾ അവർക്ക് ദൈവങ്ങളായിട്ട് കാണുകയാണ് ഈ നടന്മാർ. അല്ലെങ്കിൽ ആരെങ്കിലും പോയി കാണും ഈ 3000. സത്യമായിട്ടും കേരളത്തിലാണ് ഈ ടിക്കറ്റ് വരുന്നെങ്കിൽ ഈ വർധനവെങ്കിൽ എത്ര പേര് പുഷ്പ കാണും വിവരം അറിയും. മാത്രല്ല ഭയങ്കര ഇഷ്യൂ ആയിരിക്കും ഇവിടെ. പിന്നല്ല സർക്കാർ കുടുങ്ങും അത്രയും പൈസ കയറ്റി കഴിഞ്ഞാൽ. ഇതിപ്പോ സർക്കാർ നന്ദി പറഞ്ഞിരിക്കുകയാണ് അല്ലു അർജുൻ. ഒന്ന് ചിന്തിച്ചു നോക്കണം. പാവങ്ങളുടെ പൈസ 3000 ആക്കി അപ്രൂവൽ കൊടുത്തപ്പോ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അത് മാത്രല്ല ഇപ്പോഴാണ് എന്തുകൊണ്ട് തനിക്കത് കിട്ടിയെന്ന് മനസ്സിലായത്. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സിനിമയും കാണും, ഈ പൈസ ഒക്കെ കൊടുത്തിട്ട് സിനിമയെങ്ങാനും ഫ്ലോപ്പാണെങ്കിൽ എൻ്റെ മക്കളെ പുഷ്പരാജ് ഏത് വഴി ഓടുന്നു ദൈവത്തിന് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അല്ലു അർജുൻ അത്രക്ക് നേരിട്ടിട്ടില്ല അത്. അല്ലെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ചോടാ, ഇപ്പോൾ 3000 രൂപ ആക്കണമെങ്കിൽ അതിന് എത്രത്തോളം വലിയൊരു പ്രഷർ കൊടുക്കണം. പിന്നെ മാത്രല്ല എന്നിട്ട് ആ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണം. 3000 ആക്കണ്ടേ ടിക്കറ്റിന്? ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു, അങ്ങോട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം കേട്ടോ, അങ്ങോട്ടൊക്കെ ഒരു ദിവസത്തെ പണിക്കൂലി പോലും 500 രൂപേന്റെ താഴെയൊക്കെ ഉള്ളൂ. അതെ, അങ്ങനെയുള്ള ആൾക്കാര് 500 ഇവര് ഫസ്റ്റ് ഡേ കളക്ഷനും സെക്കൻഡ് ഡേ കളക്ഷനും കയറ്റാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് വർധനയും. അല്ലാണ്ട് ഇതിനകത്ത് എന്താ ഇതിനകത്ത് വേറെ? അത് മാത്രം അല്ലു അർജുൻ എന്നാ ഒരു ആൾക്ക് ഭയങ്കര കോടികളാണല്ലോ അതില് പ്രതിഫലം. അതൊന്ന് കുറച്ചാ പോലെ. പിന്നല്ലാണ്ട് ഇതിപ്പോ എന്താണെന്നറിയോ സംഭവം, ഇതിപ്പോ മുന്നില് പുഷ്പ 2 ആയിരിക്കണം ഈ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ ഫസ്റ്റ് ഡേ. അതിന് 3000 കോടി, അതായത് 3000 രൂപ വരെ ടിക്കറ്റിന് പിഴി തന്നെ ജനങ്ങളെ. എന്തത് ഇതിപ്പോ ടിക്കറ്റിന് മാത്രം 3000. അവര് സഞ്ചരിച്ച് അവിടെ എത്തിപ്പെടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ. ഒരു ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ എത്ര രൂപയാവും ചിന്തിച്ചു. 10000-ന് മുകളിലോ. ഒരു 4-5 പേര്, 5 പേരുള്ള ഫാമിലി ഒരു സിനിമയ്ക്ക് പോവാ 15000 രൂപ ടിക്കറ്റ് മാത്രം. ഇത് കുറച്ച് കൂടുതലാട്ടോ, ഇത് പറയാതിരിക്കാൻ. അല്ല, ഇതിനകത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇത് ഇന്ത്യയാണ്. അതാണ്. പുറത്താണെങ്കിൽ ഓക്കെ. അല്ല, അത് തിരിച്ചും പറയാം, ഇത് ഇന്ത്യയാണ്. കയ്യൊക്കെയുള്ളവർ ഇത് നേരിടുകൊണ്ടേയിരിക്കും. 3000 അവിടെ ഗവൺമെന്റിനെ കൊണ്ട് ആക്കിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക അവരുടെ പവർ. അത് മാത്രമല്ല ഇതുപോലെ തന്നെയാണ് എന്ത് വാങ്ങിയിട്ടുള്ളത്,
നാഷണൽ അവാർഡ് കൊണ്ട് കൊണ്ടുവന്നു. അല്ല, ഇതും തുടക്കത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളൊക്കെ വന്നല്ലോ. രശ്മിക മന്ദാന നേരത്തെ തള്ളി വിട്ടിട്ടുണ്ട്. അത് അവിടെ കേട്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ രശ്മിക മന്ദാന നാഷണൽ അവാർഡ് എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. പുഷ്പ2 നടന് ഇനി എന്തായാലും കൊടുക്കാൻ പറ്റില്ല, ഒന്ന് കൊടുത്ത് പറയാൻ പറ്റില്ല, അതിനും കൊടുത്തേക്കാം. അല്ല, ചോദ്യം എന്താ, അയാൾ അഭിനയിച്ചു അയാൾ കൊടുത്താൽ എന്താ കുഴപ്പമുള്ളൂ? ചോദിക്കുള്ളൂ, കാരണം അവരുടെ ടീമല്ലേ. അളിയാ കൊല്ലണ്ട വിട്ടേക്ക്. അല്ല, ഇത് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോടാ? അല്ല, വേറെല്ലാവരും അങ്ങനെയാണെങ്കിൽ അവിടെ കൊടുക്കട്ടെ, അവരുടെ സിനിമയുടെ ടിക്കറ്റിന് 3000 രൂപ കൊടുക്കട്ടെ. അതെന്തത് പുഷ്പക്ക് മാത്രം അത്ര കൊമ്പുണ്ടോ? നല്ല ഇത് ഭയങ്കര മല്ലു അർജുൻ ഫാൻസ് ഒക്കെയാണ് നമ്മളും. പരിപാടിയാ, ചീപ്പ് പരിപാടി. സംഭവം താങ്ക്സ് പറഞ്ഞിക്കുക. എന്നിട്ടേ ഇപ്പൊ ചോദിക്കും, അത് അവിടെയല്ലേ, ഇവിടെ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള ചോദ്യം വരുള്ളൂ. ആ കൊമ്പും കൊണ്ട് ഇങ്ങോട്ട് വരാം കേരളത്തിലേക്ക്. കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, OTT-ൽ വരുന്നത്. അത്രേ ഉള്ളൂ, അതിന് ഇതിന് മാത്രം കാത്തിരിക്കേണ്ട സമയമൊന്നുമില്ല. അതെ. ഓക്കെ, അടുത്തത് സൂര്യ 45 സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനൊന്ന് ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതേ സൂര്യ 45 ചെയ്യുന്നത് RJ ബാലാജിയാണ്. സൂര്യ, ഇന്ദ്രൻസ്, അനഘ, പിന്നെ ആരൊക്കെയാണ്? തൃഷ, സ്വാസിക വിജയ്, ഇവരൊക്കെ ആദ്യം പറയേണ്ട പേരാണെന്നല്ലോ, മറന്നുപോയോ? ഇതൊക്കെ സ്വാസിക കാണുന്നുണ്ടോ? അടുത്തത് പിന്നെ എന്നും കണ്ടിട്ട് കിടക്കുള്ളൂ. സ്വാസികക്ക് എന്തായാലും റോൾ കൊടുക്കും ഞാൻ, സിനിമ ചെയ്യും. ദളപതി 69 സിനിമയുടെ അനൗൺസ്മെന്റ് ഈ മാസം ലാസ്റ്റ് ഉണ്ടാവും എന്നാണ്. അനൗൺസ്മെന്റ് ഒക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അനൗൺസ്മെന്റ് അല്ല, അപ്ഡേറ്റ്. എന്തോ ഒരു അപ്ഡേറ്റ്. അത് ഫസ്റ്റ് ലുക്ക് ആവാം, ടൈറ്റിൽ ലുക്ക് ആവാം. ഓക്കെ, ഇപ്പൊ കറക്റ്റായി. ഒക്കെ ഒരു അനൗൺസ്മെന്റും അപ്ഡേറ്റും ഒക്കെ തന്നെ അല്ലേ. എത്തിക്കണല്ലോ. മാർക്കോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ചെറിയൊരു റൂമർ വന്നിട്ടുണ്ട്. മേ ബി 7-ാം തീയതി ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. പിന്നെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു റൂമറായിട്ട് വരുന്നുണ്ട്. അതിനെ പറയേണ്ട ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്ന സാധനമല്ലേ. അടുത്തത് എമ്പുരാൻ സിനിമയുടെ കാസ്റ്റ് അനൗൺസ്മെന്റ് ക്യാമ്പയിൻ തുടങ്ങാൻ പോവാണ്. ന്യൂ ഇയറിന് തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. അതന്നെ പരിപാടി. ഞാൻ ഇപ്പോഴേ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. അന്ന് മുതൽ നമുക്ക് രാവിലെ ഷൂട്ട് കഴിഞ്ഞാൽ പോയിട്ട് കുഴി കുത്താൻ തുടങ്ങണം. നമുക്ക് 2 പേർക്കുള്ള കുഴി നമ്മൾ തന്നെ കുത്തി വെച്ചിട്ടുണ്ട്, തുടക്കം ഇട്ട് വെച്ചിട്ടുണ്ട്. ഡോൺലി ഇല്ലെങ്കിൽ ആ കുഴി അവരാരെങ്കിലും വന്ന് മൂടിക്കോളും. കോമഡിക്ക് വേണ്ടി ഇരുന്നതാ, കിട്ടിയില്ലേ? കോമഡിയാ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് കോമഡി അല്ലല്ലോ. കോമഡി അല്ല, ഇത് ഒരു മരണ വാർത്ത പറയുന്നത് എങ്ങനെയാണ്? എടാ തെണ്ടി, ഇത് സീരിയസ് ആവും. നീ പറഞ്ഞത് എന്റെ ഡോൺലി അളിയാ, എതിലെങ്കിലും ഒക്കെ ഒന്ന് വന്നിട്ട് പോണേ. തിയേറ്ററിൽ സിനിമ കാണാനെങ്കിലും പൃഥ്വിരാജിന്റെ കൂടെ. രണ്ടുപേരുടെ ജീവ പ്രശ്നമാണ്. അതില്ലേലും കുഴപ്പമില്ല. ഈ എമ്പുരാന്റെ ഒരു സാധനം എടുത്തിട്ട് വെറുതെ സ്റ്റോറി ഇട്ടാ മതി, സന്തോഷായോ. അത് നമുക്ക് പിടിച്ചേക്കാം, എന്തേലൊക്കെ പറയാം. അടുത്ത പാർട്ടിലാണെന്നെങ്കിലും പറഞ്ഞു. എന്തൊക്കെയോ സംഭവിച്ചിട്ട് ആള് പിന്തിരിഞ്ഞു പിന്മാറിയെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാലോ. ജീവിത പ്രശ്നമാണ് കേട്ടോ, ശരിക്കും ജീവിത പ്രശ്നം തന്നെയാണ്. ഇനി പറഞ്ഞു സ്ഥാപിച്ചു കൊടുക്കണ്ട. അല്ല, ഞാൻ ആ ചെറുക്കന്റെ മൈൻഡ് ഒന്ന് മാറിക്കോട്ടെ എന്ന് എഴുതിയിട്ടാ. നമ്മള് ഒരാളുണ്ട് കേട്ടോ ഞങ്ങളുടെ പുറകെ കൂടിയിട്ടുണ്ട്. ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു ധൈര്യം നിനക്കുണ്ടോ? അതല്ലേ ഇവൻ തീർന്നോളും ഞാൻ രക്ഷപ്പെടുന്നു. ഒരിക്കലും ഇല്ല. ഒരാള് ഞങ്ങളെ പിന്തുടരുന്നുണ്ട് കേട്ടോ, സത്യമായിട്ടും പറയാം. ഞങ്ങൾക്ക് എല്ലാ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് അയാൾ കമന്റ് ഇടുന്നുണ്ട്, വന്നില്ലേ തട്ടുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നു. എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി. എന്തിനാണ് ഹായ് ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നത്? നിങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോട് നമ്മൾ എന്തൊക്കെ പറയും ആ ഒരു മൈൻഡിൽ എടുത്താൽ മതി. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് കൂടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.